അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാത്രക്കിടയിൽ പരിചയം തോന്നിയ ഒരാൾ അടുത്ത് വന്ന് ഒഴിഞ്ഞടക്കുന്ന സീറ്റിൽ വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു, ചോദിക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായും വെറുതെ ഇരിക്കുന്നൊരു സമയമാണ്. അദ്ദേഹത്തിന് ദീനിയായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപകാരമെന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്നിൽ സംഭവിക്കുന്ന ചില തെറ്റുകളുണ്ട്. അപ്പോൾ ഞാനത് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ഖേദവും സങ്കടവും തോന്നും. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കും, അതിന് പിൻവാങ്ങും. പക്ഷേ പിന്നീട് വീണ്ടും ആ തെറ്റ് ചിലപ്പോഴൊക്കെ ആവർത്തിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ വന്നാൽ ആ തെറ്റ് പിന്നെ പൊറുക്കപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ വളരെ ഭയത്തോടു കൂടെയും ആശങ്കയോടു കൂടെയാണ് ഇത് ചോദിക്കുന്നത്. നമുക്കറിയാം, പൊതുവെ നമ്മുടെ തെറ്റിൽ നിന്ന് മടങ്ങുക, പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് പൂർണ്ണമായും അവസാനിപ്പിക്കാം. നമുക്ക് ആ ചെയ്ത തെറ്റിൽ വലിയ ഖേദം അനുഭവപ്പെടുക, നമ്മൾ ആ തെറ്റിലേക്ക് തിരിച്ചു പോവാതിരിക്കുക, പിന്നീട് നമ്മുടെ ജീവിതം ഈമാനികമായി നന്നാക്കുക. ഇതൊക്കെയാണല്ലോ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നമ്മളിൽ സംഭവിച്ച ഒരു തെറ്റ് തന്നെയാണല്ലോ വീണ്ടും സംഭവിക്കുവാനുള്ള സാധ്യത. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഡിക്റ്റായി പോയിട്ടുള്ള തെറ്റുകളാണ് വീണ്ടും ആവർത്തിക്കുവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഏത് തെറ്റ് സംഭവിക്കുമ്പോഴും അതിനെക്കുറിച്ച് ഖുർആൻ്റെ പ്രയോഗം ജഹാലത്ത് എന്നാണ്. ജഹാലത്ത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ആ തെറ്റിനെക്കുറിച്ച് അറിവില്ല എന്നത് മാത്രമല്ല, പൊതുവേ ഏത് തെറ്റാണെങ്കിലും തെറ്റാണെന്ന് അറിയാതെ ചെയ്യുന്നവർ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവും. കാരണം മുൻകറായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് സമൂഹം അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് അറിയാത്ത പ്രശ്നമില്ല. പക്ഷേ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു തെറ്റാണെന്നുള്ള ഒരു ബോധ്യം, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഗൗരവപരമായ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ളൊരു ബോധം, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അറിവ്, സാധാരണ ഒരു തെറ്റിൽ നിന്ന് നമ്മളെ പിൻവാങ്ങിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തെറ്റുകൾ ആവർത്തിച്ച് വരാനുള്ള സാധ്യതകളെ നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് പൊതുവെ മനസ്സിലാകും, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മോഷ്ടിക്കുന്ന ഒരാൾ ആ മോഷണം നിർത്തിവെച്ചാൽ അത് രണ്ടാമത് അയാൾ ആരംഭിച്ചു കൊള്ളണമെന്നില്ല. കാരണം അത് അയാൾ ബോധപൂർവം ചെയ്യുന്ന, ധിക്കാരപരമായി ചെയ്യുന്ന ഒരു തെറ്റാണ്. എന്നാൽ വേറെ എന്തെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ വരുന്ന സ്ഖലിതങ്ങൾ, നോട്ടത്തിലോ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ, അത് ഒരുപക്ഷെ മനുഷ്യൻ്റെ ഏതെങ്കിലും അശ്രദ്ധമായ സാഹചര്യത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത് ആ തിന്മയിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം സാഹചര്യങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ആത്മാർത്ഥമായി പറ്റും. മറ്റൊന്ന്, നമ്മുടെ മനസ്സിൻ്റെ ഈമാൻ ദുർബലമാകുമ്പോഴാണ് തെറ്റിലേക്ക് പോകാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെ ദുർബലമാവാതെ ശക്തമാക്കി നിർത്തുക എന്നുള്ളതും തെറ്റുകളിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേമാതിരി അത്തരം തെറ്റുകളിലേക്ക് നമ്മൾ പ്രേരണ നൽകുന്ന, പ്രചോദനം നൽകുന്ന സുഹൃത്തുക്കൾ, അത്തരം പ്രചോദിതമാകുന്ന വാക്കുകൾ പറയുന്ന മീഡിയകൾ, ഇതേതാവട്ടെ അതിലേക്ക് നമ്മൾ എത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും തെറ്റുകളിലേക്ക് തിരിച്ചു പോവാതിരിക്കുവാനും നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. പിന്നെ ഇത്തരം ഒരു ചോദ്യവുമായിട്ട് ഈ സുഹൃത്ത് വരാൻ കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അതിനു മാത്രം അയാളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥവും സമാധാനവും കിട്ടാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നല്ല വീടുണ്ടാവും, നല്ല വാഹനം ഉണ്ടാവാം, അതേപോലെ തന്നെ നല്ല കുടുംബവും കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിലൊന്നും നമുക്കൊരു സംതൃപ്തി കിട്ടാതെ പോകാനുള്ള കാരണം, നമ്മുടെ മനസ്സ് തിന്മ കൊണ്ട് രോഗാതുരമായി കഴിഞ്ഞാൽ ആ മനസ്സുകൊണ്ട് നമുക്കൊന്നും ആസ്വദിക്കാനോ അനുഭവിക്കാനോ പറ്റാതെ വരും. അതുകൊണ്ട് ഇത്തരം തെറ്റുകളെ നമ്മൾ ഉപേക്ഷിക്കുക, നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുവാനും ശരിയിലൂടെ മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.